നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലാറാണി. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ പോകുന്ന വിഷയം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ കുറിച്ച് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ച്. 2005 ഗാർഹിക പീഡന നിരോധിത നിയമം വരുന്നത്. 2005 വളരെ റീസെൻ്റായിട്ട്, അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാത്രം വന്നിരുന്ന ഒരു നിയമം. അതുവരെ വന്നിട്ട് ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ വളരെ നോർമലൈസ് ചെയ്തിരുന്നു. അതായത് ഭർത്താവട്ടെ അല്ലെങ്കിൽ ആരാണെങ്കിലും ഡൊമസ്റ്റിക് വയലൻസിൽ എപ്പോഴും വന്നിട്ട് വിക്ടിം അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള നിയമമാണ് കേട്ടോ. സ്ത്രീകൾക്കാണ് അതിനകത്ത് പരാതി കൊടുക്കുന്നത്. സ്ത്രീകൾക്കെതിരെയും കൊടുക്കാം, പുരുഷനെതിരെയും കൊടുക്കാം. അപ്പോൾ ഈ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത് ശാരീരികമായിട്ട്, മാനസികമായിട്ട് അല്ലെങ്കിൽ ലൈംഗികമായിട്ട് ഏൽക്കുന്ന പീഡനത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ വളരെ നോർമലൈസ് ചെയ്തിട്ട് നമ്മുടെ ഇന്നത്തെ കാലത്തൂടെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഉപദ്രവം, ഒരു ഭർത്താവിൻ്റെ നിന്ന് അടിയൊക്കെ കിട്ടിയിട്ട്, നിങ്ങൾ ആ തപ്പട്ട് സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, ഒറ്റ അടിയാണ് അടിച്ചത്. പക്ഷേ ആ അടി എന്ന് പറയുന്നത് മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ രീതിയിലും അവളെ ഒന്ന് തളർത്തുന്നതായിരിക്കും. ശാരീരികമായിട്ട് വേദന കൊടുത്തതിനേക്കാളും അവൾക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ ലവിനെ, അതായത് അയാളോടുള്ളൊരു പ്രണയം, വിശ്വാസം, എല്ലാത്തിനെയും അത് ബ്രേക്ക് ചെയ്യുന്നു. എന്നിട്ട് അവളത് പിന്നെയും അയാൾക്കത് റിയലൈസ് ചെയ്യുന്നുണ്ടോ, അയാളത് മനസ്സിലാക്കുന്നുണ്ടോ, ഇത്രത്തോളം എനിക്കൊരു മാനസികമായിട്ട് വിഷമം തരുന്നുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ആ സിനിമ കാണുന്നവർക്കത് മനസ്സിലാവും. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ എന്നെ ചില കക്ഷികൾ കാണുന്ന വെച്ചാൽ ഓപ്പോസിറ്റ് ക്ലയൻസ്, അതായത് മിക്കവാറും എൻ്റെ കക്ഷികൾ സ്ത്രീകളായിരിക്കുമല്ലോ. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ എന്നെ വിളിക്കുന്ന സമയത്ത്, മാഡത്തിന് അറിയുമോ, ഞാനൊന്നും അവനെ തള്ളിയിട്ട് പോലുമില്ല, അവളെ തള്ളിയിട്ട് പോലും ഇല്ല എന്ന്. അതായത് തല്ലുക എന്ന് പറയുന്നത് സാധാരണ പുരുഷന്മാരെല്ലാവരും ചെയ്യുന്ന അല്ലെങ്കിൽ സാധാരണക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷേ അയാൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്ന എന്തോ ഒരു വലിയ കാര്യം പോലെയാണ് കരുതുന്നത്. അപ്പോൾ ഇപ്പം ഒരു പരാതി കിട്ടിയിട്ട് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവല്ലേ, കുട്ടികളൊക്കെ ഇല്ലേ, ഒന്ന് ക്ഷമിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കാൻ പോയിട്ടല്ലേ, ഭർത്താവാകുമ്പോൾ ചിലപ്പോൾ അടിച്ചെന്നൊക്കെ ഇരിക്കും, അതിനൊക്കെ ഇങ്ങനെ പോകും. വക്കീലന്മാർ പലതുമൊക്കെ പറയും, പല നിയമങ്ങൾ പലതുമൊക്കെ പറയും. പക്ഷെ നിങ്ങളെ കുടുംബമാണ് നിങ്ങൾ നശിപ്പിക്കണേ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഇന്നും നിലനിൽക്കുന്ന പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഇല്ലയെന്നൊന്നും ഒരിക്കലും പറയരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് എൻ്റെ ഈ അനുഭവത്തിൽ ഞാനിത് കാണുന്നതും കേൾക്കുന്നതുമാണ്. പക്ഷേ നമുക്ക് ഏറ്റവും സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കേണ്ട ഒരിടം എന്ന് പറയുന്നത് വീടാണ്. വീട് നരകതുല്യമായി മാറുമ്പോൾ അവിടെ നിന്നിട്ട് എവിടെ നിന്നാണ് ഒരു സ്വസ്ഥത കിട്ടുന്നത്, അല്ലെങ്കിൽ സമാധാനം, ഒരു സെക്യൂർ ആയിട്ടുള്ളൊരു ഫീല് കിട്ടുന്നത്? വീട്ടിനുള്ളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വയലൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടക്കുന്നത് കുടുംബത്തിനുള്ളിലാണ്. നമ്മൾ വിചാരിക്കും പറഞ്ഞില്ല, എല്ലാ വീടും സ്വർഗമല്ല. എല്ലാ വീടിനുള്ളിലും ഇപ്പോൾ അടി കിട്ടിക്കഴിഞ്ഞാലും അടി കൊണ്ട ആളെങ്ങാനും പുറത്ത് പറഞ്ഞു, ഇപ്പോൾ പെൺകുട്ടി പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളൊരു സിസ്റ്റം എന്തോ കുടുംബത്തിനെയാണ് പൊതിഞ്ഞ്, എന്ന് വെച്ചാൽ ഈ വയലൻസിനെ എല്ലാം പൊതിഞ്ഞു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. അടിച്ചതിനല്ല പ്രശ്നം, ഇത് പുറത്ത് പറഞ്ഞത് പ്രശ്നം, കോടതിയിൽ പോയത് പ്രശ്നം, കോർട്ടിൽ നിന്ന് പ്രൊട്ടക്ഷൻ മേടിച്ചത് പ്രശ്നം. തീരെ സഹിക്കാൻ വയ്യാതിരിക്കുമ്പോഴേക്കും മിക്കപ്പോഴും എൻ്റെ അടുത്തേക്ക് കുട്ടികൾ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് ഫിസിക്കലി ഹരാസ് ചെയ്യരുത്, ഇമോഷണലി ഹരാസ് ചെയ്ത്, ഒരു തരത്തിൽ അവൾ ഉപദ്രവിക്കരുത് എന്നും പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മജിസ്ട്രേറ്റിൻ്റെ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങുമ്പോഴേക്കും അത് പ്രശ്നം. ഓഹോ, നീ മജിസ്ട്രേറ്റിനെ കാണാൻ പോകും അല്ലേ, നീ പ്രൊട്ടക്ഷൻ മേടിക്കുമല്ലേ എന്ന് പറയുമ്പോഴേക്കും കുടുംബക്കാരും പറയും, എന്നാലും അവനെതിരെ വന്നിട്ട് പ്രൊട്ടക്ഷൻ കോടതിയിൽ പോയി. പക്ഷെ ഒരിക്കലും ആരും മനസ്സിലാക്കുന്നില്ല, അത് ഒറ്റ ദിവസത്തെ അടി കൊണ്ടിട്ടായിരിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് അവർ പ്രൊട്ടക്ഷൻ വാങ്ങണം, അല്ലെങ്കിൽ അത്രയും ഒരു വയലൻസ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോഴാണ് അവർ നമ്മളെ കാണാൻ വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. എനിക്കൊരു കേസ് വന്നതെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത കേസ്, ചിലപ്പോൾ നിങ്ങളത് ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ആ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു അമ്മയും 3 മക്കളും, ആ കുട്ടികൾ എൻ്റെ അടുത്ത് കാണാൻ വരുമ്പോഴേക്കും ഞാൻ ഒരു ട്രാവലിന് വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. ആ ട്രാവലിന് വേണ്ടി നിന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് അന്ന് തന്നെ പ്രൊട്ടക്ഷൻ മേടിച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ ജൂനിയറിനെ ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ വാങ്ങണം. അപ്പോൾ ഇവർ ഇതിന് മുന്നേ വിമൻസ് സെല്ലിൽ പരാതി കൊടുത്ത കാരണം ആ ജൂനിയർ അഡ്വക്കേറ്റ് ഈ വിമൻസ് സെല്ലിൻ്റെ പരാതി കൂടെ പിറ്റേ ദിവസം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അന്ന് ഫയൽ ചെയ്യാതെ പിറ്റേ ദിവസം നിങ്ങൾ ആ വിമൻസ് സെല്ലിൽ കൊടുത്ത പരാതിയായിട്ട് വരും. അപ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പേ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ആർഗ്യുമെൻറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ കംപ്ലീറ്റ് വാക്കത്തിയായിട്ട് വന്നിട്ട് ആ സ്ത്രീയെയും വെട്ടി ഈ മക്കളെ എല്ലാം കൂടി നിലവിളിച്ചും കൊണ്ട് പുറത്തേക്ക് ഓടി. പക്ഷേ എന്തോ ഒരു നിമിഷം കൊണ്ട് അവർ പിള്ളേരും ആ ഭാര്യ കുതറി ഓടിയിട്ട് ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇയാൾ
അതിനകത്തുള്ളിൽ കയറി സൂയിസൈഡ് ചെയ്തെങ്കിലും അയാളുടെ ചിന്തയെന്ന് വെച്ചാൽ ഇവരൊക്കെ ക്രിമിനൽസ് അല്ലേ, ഇവരെല്ലാം നമ്മളീ ഭയങ്കര കുടുംബമല്ലേ, മക്കളല്ലേ, ഭർത്താവല്ലേ, കൊച്ചുങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൂട്ടിക്കൂട്ടി യോജിപ്പിക്കുന്നത് വലിയൊരു അപകടത്തിലേക്ക് മാറും. അവിടെയാണ് പ്രശ്നം. ഇതിപ്പോൾ അയാൾ സൂയിസൈഡ് ചെയ്ത് കാരണം ആ കേസ് അവിടെ വെച്ച് ക്ലോസ് ആയി. പക്ഷേ ആസിന് ആ സ്ത്രീക്കും വെട്ടുകിട്ടി, കുട്ടികളെ ജീവനും കൊണ്ട് ഓടേണ്ടി വന്നു. എനിക്കെന്നാ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങാനുള്ള ആ ചെറിയൊരു ഡിലേ കാരണമാണ് അത്രയും ഒരു വയലൻസ്. പക്ഷേ എന്തെങ്കിലും ആ സ്ത്രീക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആ കരിയറിൽ ഒരിക്കലും മാറാത്തൊരു കളങ്കമായിട്ട് ഇന്നും കിടന്നേനെ. എന്തോ ദൈവഭാഗ്യം പോലെ എനിക്കതുണ്ടായില്ല. പക്ഷേ ആ ഷോക്ക് എനിക്ക് ഇന്നും ഉണ്ട്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആരിൽ നിന്നുണ്ടാണെങ്കിലും ഇപ്പം നമുക്ക് പരാതി കൊടുക്കുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരാവണമെന്നില്ല. ഇപ്പം നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇങ്ങനെ ഒരു വയലൻസ് വരുന്നു, അവർക്ക് വന്ന് ചിലപ്പം പറയാൻ പറ്റില്ല കേട്ടോ. ആ വയലൻസ് ഏറ്റ് അവർ റെസ്പോണ്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള എനർജി കൂടെ പോയെന്നിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക, പോലീസിൻ്റെ കംപ്ലയിൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടാക്കുക. ഒരിക്കലും ലവിൽ ടോർച്ചറില്ല, അത് മാത്രം നിങ്ങൾ ചെയ്യുക. നമുക്ക് ലവാണ് വേണ്ടത്. ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടെന്ന് പറയുന്നത് ലവാണ്. അവിടെ ഒരിക്കലും ടോർച്ചറില്ല. ടോർച്ചർ ഉണ്ടെങ്കിൽ അതൊരു ടോക്സിക് റിലേഷൻഷിപ്പാണ്. നിർത്തിയിട്ട് പോവുക, റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഡിവോഴ്സ് ഡിവോഴ്സ്, അല്ലെങ്കിൽ സെപ്പറേഷൻ സെപ്പറേഷൻ. കാരണം എന്ന് വെച്ചാൽ എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് സന്തോഷവും സമാധാനത്തോട് ജീവിക്കാനുള്ള അല്ലെങ്കിൽ ഫ്രീഡം തന്നിട്ടുണ്ട് ജീവിക്കാനുള്ളത്. അതല്ലാതെ വയലൻസ് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ വയലൻസിന് സഹിച്ച് ജീവിക്കണമെന്ന് ഒരു നിയമവും ഒരിടവും പറയുന്നില്ല. അങ്ങനെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 വന്നതാണ്. ഹോപ്പ് എവരി വൺ അണ്ടർസ്റ്റാൻഡ് ദിസ്. അത് കാരണം അങ്ങനെ ഒരു വയലൻസ് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഉണ്ട് എങ്കിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. ഒരിക്കലും അത് കുടുംബത്തിൻ്റെ ഈ വൃത്തികെട്ട വാക്ക് പറഞ്ഞിട്ട് കൊച്ചുങ്ങളല്ലേ, കല്യാണം കഴിച്ചില്ലേ, ഭർത്താവല്ലേ എന്ന് പറഞ്ഞിട്ട് അതിന് കൂട്ടി യോജിപ്പിക്കാൻ നിൽക്കാതിരിക്കും. നിങ്ങൾക്കറിയില്ല, അനുഭവിക്കുന്നവർ മാത്രമേ ആ ഒരു ടോക്സിസിറ്റി അത് ഫീൽ ചെയ്യുന്നവർക്ക് മാത്രം. നിങ്ങൾക്ക് പുറത്തുനിന്നുള്ളവർക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ അത്ര പെയിൻഫുൾ ആവണമെന്നില്ല, അത്രത്തോളം അതിൻ്റെ ഡെപ്ത് മനസ്സിലാവില്ല. ഒരാൾ വന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ ജഡ്ജ്മെൻറ്റിലാവാതിരിക്കും. എൻ്റെ അടുത്തൊരു കക്ഷി വന്ന് പറയുകയാണെങ്കിൽ അവൾ പറയുന്ന അതങ്ങനെ ഞാൻ എടുക്കും, ഒട്ടും ഞാൻ ജഡ്ജ്മെൻറ്റിലാവിട്ടില്ല. കാരണം അവൾ അനുഭവിച്ച വയലൻസ് എൻ്റെ തോത് നമുക്ക് വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും അവൾക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും ആ പെയിൻ. അവൾ ഒരു തെറി വാക്ക് കേൾക്കാതെ വളർന്ന ഒരു പെൺകുട്ടിക്ക് വിളിക്കുന്ന ഒരു ചെറിയ തെറിയാണെങ്കിലും അവളുടെ ആത്മാഭിമാനത്തെ ഏൽക്കുന്ന വലിയ ഒരു അടിയായിരിക്കും. അവളോട് നമുക്ക് പറയാം, ഇത്രയൊക്കെ ഇല്ല പറഞ്ഞു, ഇത് കോമൺ അല്ലേ എന്ന് നമുക്ക് പറയാനുള്ള ഒരു അവകാശവും നമുക്കില്ല. അവളുടെ ഇമോഷൻസ് നമ്മൾ വാല്യൂ ചെയ്തിട്ട് അവളോടൊപ്പം നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.